Hello everyone. നമസ്കാരം സൗമ്യ ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചീര കൊണ്ടുള്ളൊരു അവിയൽ റെസിപ്പിയാണ്. നോർമലി നമ്മൾ ചീര കൊണ്ട് തോരനും മുളകുശും ചില സമയത്ത് ചീരക്കാടിയും അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളൂ. ചീര അവിയൽ അങ്ങനെ നോർമലി ഉണ്ടാക്കി കണ്ടിട്ടില്ല. പക്ഷേ നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കെട്ട് ചീര ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറുത് ഇൻ ദ സെൻസ് ഏകദേശം ഇത് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഞാൻ എത്ര നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പം മാറ്റിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചീരയുടെ തണ്ട്, അത് ഞാനൊരു 8 ചീരയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ചെറിയ തേങ്ങ ചെരുവിയത്, ഏകദേശം ഇത്രയും, ഏകദേശം ഒരു കപ്പ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് വരുന്ന രീതിയിൽ തൈര് എടുത്തിട്ടുണ്ട്. ഒരു വാഴയ്ക്ക, സാധാരണ വാഴയ്ക്ക കേട്ടോ, ഏത്തയ്ക്ക തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ വാഴയ്ക്ക എടുത്തിരിക്കണേ. 3 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ചീരയുടെ തണ്ടുണ്ടല്ലോ, അത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട്, അതും ഇളന്ത് തണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇത് കണ്ടോ, എന്നിട്ട് ഇതിനെ ഇങ്ങനെ പതുക്കെ എടുത്ത് കളയണം. പിന്നെ ഇങ്ങനെ അതിൻ്റെ തൊലി മാറ്റിക്കളയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തേങ്ങയും ഈ 3 പച്ചമുളകില്ലേ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തേ. ഞാൻ 3 പച്ചമുളക് എടുത്തിരിക്കണേ. അപ്പോൾ ഈ പച്ചമുളകും അതുപോലെ ജീരകവും. അപ്പോൾ ഇത് ഞാൻ വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ചതച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അവിയലിൻ്റെ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കാനാണ് പോകണം. അതായത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര ഇങ്ങനെയും മതി. ഇത് കേട്ടോ, ഇങ്ങനെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഇത്രയുള്ളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വാഴയ്ക്കയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഇതിലേക്ക് വേണ്ട ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാമെന്നാണ് കേട്ടോ. ഇപ്പോൾ പച്ചക്കറി ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു സ്റ്റേജിൽ ചീരയുടെ തണ്ടും കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ വേവേണ്ടി വരും തോന്നുന്നു. നോക്കട്ടെ, അതെ, ഒരു 5 മിനിറ്റ് കൂടെ വേവേണ്ടി വരും. ഈ വെള്ളം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പറ്റട്ടെ. അപ്പം അതൊരൊന്ന് വേവട്ടെ. നമുക്കൊരു പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു കൊടുക്കാം. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ.
കുറച്ചും കൂടെ ആവാണ്ട് തോന്നുന്നു, കാരണം ഉരുളക്കിഴങ്ങ് അധികം അങ്ങനെ വെന്തിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് വേവണം ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇനിയിപ്പോൾ ചീരയെ ബാക്കി ചേർക്കാനുള്ളൂ അല്ലേ. അപ്പോൾ ചീരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഒരു ആവി തട്ടിയാൽ അങ്ങനെ ചുരുങ്ങും. സോ പാത്രം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റിൽ ഇത് ചുരുങ്ങും. ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതുണ്ടോ, ഇപ്പം തന്നെ ക്വാണ്ടിറ്റി കുറയാൻ തുടങ്ങി. ഇനി ചീരിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. സോ നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഏകദേശം വെള്ളം എല്ലാം വറ്റിയെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ നമ്മൾ ചീരിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ലേശം 1-2 സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ എന്നുണ്ടാവില്ലേ, ആ ഒരു സ്റ്റേജിലെ ചീരിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചീരിയിട്ട് കൊടുക്കുമ്പോഴേക്കും ബാക്കിയുള്ള പച്ചക്കറികൾ മുഴുവൻ വെന്തിരിക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇടാം കേട്ടോ. മുരിങ്ങക്കായ ഇട്ട നല്ല മണമാണേ. അതുപോലെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ തൈര് ഒഴിക്കാതെ മാങ്ങ യൂസ് ചെയ്തിട്ടും ഇതേ റെസിപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് അവസാനമല്ല ഒഴിക്കണേ. പക്ഷേ മാങ്ങയാണെന്നെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് വേവാനിടുന്ന സമയത്ത്, അതായത് വാഴക്കയും, ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇടാവുന്നതാണ്. അപ്പോൾ ഈ വാഴക്കയും മുരിങ്ങക്കായും ഒക്കെ ഇടുന്ന സമയത്ത്, അതായത് മുരിങ്ങക്കായും വാഴക്കൊക്കെ ഏകദേശം ഒരു അരഭാഗം വെന്ത് കഴിഞ്ഞു എന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളിയുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിയലിന് വേണ്ട പുളിപ്പ് അത് തന്നെ കിട്ടും. ഞാനിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നിട്ട് അത് പൊട്ടിക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ചതയ്ക്കാന്നല്ല പറയേണ്ടത്, അരയ്ക്കാൻ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഇത് മഷി പോലെ അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരമൊന്നും വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആ പച്ചമണം ഒന്ന് ജസ്റ്റ് വിടാൻ വേണ്ടിയിട്ട്, ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് വിടാനായിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, പുളിപ്പനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നോക്കട്ടെ പുളിപ്പ് എത്ര വേണം എന്നുള്ളത്. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ അത്യാവശ്യം പുളിപ്പുള്ള തൈരാണ്. അപ്പം അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ചിലപ്പോൾ ഇത്രയും മതിയാവും. ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ ഉപ്പ് മതിയൊന്നും നോക്കിയില്ല, അപ്പം അതും കൂടെ ഒന്ന് നോക്കട്ടെ. പുളിപ്പ് ഇത്രയും മതി, പക്ഷെ ഉപ്പ് പോരാ. കുറച്ച് ഉപ്പും കൂടി എടുത്തേ. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ റെസിപ്പി ഏകദേശം കംപ്ലീറ്റായി. ഞാൻ ഒരു തണ്ട് കറിവേപ്പില അങ്ങനെ ഇടുകയാണ് കേട്ടോ. ഇതിൻ്റെ അമ്മമ്മയുടെ ടെക്നിക്കാണ്. നമ്മൾ ഇലയെക്കാട്ടിലും മണമാണ് കറിവേപ്പിൻ്റെ തണ്ടിന്. അപ്പോൾ അമ്മമ്മ സാധാരണ ഇങ്ങനെ പിച്ചിടാറൊന്നുമില്ല കേട്ടോ. വലിയ തണ്ടായിട്ട് 2-3 ഒരുമിച്ചും കൂടെ ഇടുക ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ പിച്ചിട്ടിട്ട് ഒരെണ്ണം മാത്രം തണ്ടോടുകൂടി ഇടുന്നത്. അപ്പോൾ ഇത്രയും മതി, പണി കഴിയും. ഇനി ഓഫ് ചെയ്യാം. കറിവേപ്പില ഇട്ടിട്ട്
എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ വേറൊരു കാര്യം, എൻ്റെ അടുത്ത് ഇപ്പോൾ വാഴയിലയില്ല. നിങ്ങളുടെ അടുത്ത് വാഴയില ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വാഴയില വെച്ച് അടയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പിട്ട് മൂടി വെക്കുക. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഴയിലത്തെ ഒരു മണമുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സദ്യക്ക് അവിയൽ കഴിക്കുന്ന ഒരു ഫീല് കിട്ടും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കത് അവൈലബിൾ ആണല്ലോ. അപ്പം അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആഹാ, ശരിക്കും കറിവേപ്പിലിട്ട് എണ്ണയും കൂടെ ഒഴിച്ചപ്പോഴേ അവിയലിൻ്റെ മണം വന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാനിതിൻ്റെ ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരെ ബൈ, ടേക്ക് കെയർ. ഇതാണ് ചീര അവിയലിൻ്റെ ക്ലോസ് ലുക്ക്.